ഒരുപാട് ദിക്കുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള മദ്ഹുകളും പ്രകീർത്തനങ്ങളും മൗലിദ് സദസ്സുകളും ഘോഷയാത്രകളും വിവിധ തരത്തിലുള്ള സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ പരിപാടികളുമൊക്കെ കഴിഞ്ഞു. എന്നാൽ ചിലയിടങ്ങളിൽ ഒരിക്കലും ദീനിനെ നിരക്കാത്ത, ദീനുമായി ബന്ധമില്ലാത്ത, പ്രവാചകരുമായി ബന്ധമില്ലാത്ത ഒരുപാട് ആഭാസത്തരങ്ങളും നബിദിന ആഘോഷത്തിൻ്റെ മറവിൽ നടന്നു എന്നുള്ളത് രഹസ്യമായ പരസ്യമാണ്. പരസ്യമായി തന്നെ നടു റോഡിലൂടെ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ, അസ്വസ്ഥരാക്കുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, മറ്റുള്ള മതങ്ങളുടെ ആഘോഷ പരിപാടികളെ വെല്ലുന്ന രീതിയിൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായിട്ട് നിഷിദ്ധമാക്കിയ മ്യൂസിക് പോലെയുള്ള പാട്ടുകൾ, അതിൻ്റെ ലഹരിയിൽ കൂത്താടിയും ഒക്കെ നബിദിനാഘോഷ പരിപാടികൾ നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ചും ഈ തെക്കൻ കേരളത്തിലെ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും നടന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. വെറുത്തുപോകുന്ന, അറച്ചുപോകുന്ന, അല്ലെങ്കിൽ സമുദായത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാകുന്ന, നാണക്കേടുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാർ, ചെറുപ്പക്കാരായ യുവാക്കളായ സഹോദരങ്ങൾ കാട്ടിക്കൂട്ടിയ ആഭാസത്തരങ്ങൾ, അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. എത്രയൊക്കെ ഈ സമുദായത്തിനോട്, ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടും അതിനൊരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മാറ്റങ്ങൾ വന്നേ മതിയാവുകയുള്ളൂ. കാണിക്കുന്ന ഈ ഒരു പേക്കൂത്തുകൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകരെ പരസ്യമായി അവഹേളിക്കൽ തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. എന്തിന് നമ്മൾ അതിന് മുതിരണം? എന്തിന് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം? ഒരിക്കലും നമ്മുടെ പിന്തുണ അവർക്ക് കൊടുക്കരുത് എന്നാണ് ഇത്തരുണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും അങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരിക്കലും ഒരു നോക്കുകൊണ്ട് പോലും നമ്മളൊരു പിന്തുണ നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാന്നിധ്യമാണല്ലോ അവരുടെ ആവേശം, നമ്മുടെ പിന്തുണയാണ്, നമ്മുടെ നോട്ടമാണ്. നമ്മൾ അവരെ കാത്തു നിൽക്കുന്നു കാണാൻ. എന്തോ ഒരു അഴകാണ് അവരെ കാണാൻ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനീപരമായി നോക്കുമ്പോൾ, ആത്മീയപരമായി നോക്കുമ്പോൾ, പ്രവാചകനുമായി ഒട്ടിച്ചു നോക്കുമ്പോൾ, പ്രവാചക ദിനാഘോഷ പരിപാടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. രാവുന്നില്ല, പകലുന്നില്ല, ഒരു ബന്ധവുമില്ലാത്ത കോമാളിത്തരങ്ങൾ പ്രവാചകന്റെ പേരിൽ നടത്തുമ്പോൾ എന്തുകൊണ്ടും അതിനെ നിഷിദ്ധമായി നഖശിഖാന്തം എതിർക്കേണ്ടത് തന്നെയാണ്. അത് കൃത്യമായി നമ്മൾ നമ്മുടെ ഈ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എന്റെയും നിങ്ങളുടെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു സാന്നിധ്യം കൊണ്ടുപോലും ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവർക്ക് അറിയില്ലാത്തതിന്റെ പേരിലാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആവേശമാണ്, നമ്മൾ കൊടുക്കുന്ന, അവർക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയാണ്. വീണ്ടും വീണ്ടും ആ ഹറാമിയത്തുകളിലേക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് റോഡിൽ ലഹരി അടിച്ചിട്ട്, കഞ്ചാവിനടിമയായിട്ട് എത്ര ചെറുപ്പക്കാരാണ് പച്ച റിബൺ കെട്ടിയിട്ട് അവർക്ക് പോലും നല്ലതുപോലെ മറയ്ക്കാതെ പൊക്കിള് കാണിച്ചിട്ട്, ശരീരം കാണിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന, നൃത്തച്ചുവടുകൾ കളിക്കുന്ന എത്ര എത്ര യുവാക്കളുടെ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടപ്പോൾ വേദനിച്ചു പോയി, സങ്കടപ്പെട്ടു പോയി. ഇതാണോ നബിദിനം? ഇതാണോ നമ്മുടെ സമുദായത്തിന്, സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം? അല്ലല്ലോ. അതല്ല സന്ദേശം. നബിതങ്ങളുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിഗണന കൊടുക്കണം. സമുദായത്തിന് മാത്രമല്ല, ഇതര സമുദായ അംഗങ്ങൾക്കും പരിഗണന കൊടുക്കണം. അവർ പട്ടിണി കിടന്ന് വരുന്ന സമയത്ത് അവർ ശത്രുക്കളാണെങ്കിൽ പോലും, നമ്മുടെ എതിരാളികളാണെങ്കിൽ പോലും അവർ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വയറ് നിറച്ച് കഴിക്കാൻ ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇവിടെ എത്ര
നിഷിദ്ധമാണ്, സംഗീതം ഹറാമാണ്, നബിതങ്ങൾ നിഷിദ്ധമാക്കിയതാണ്. ഇബ്ലീസിന്റെ ശൈത്താനിന്റെ സംഗീതമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിൽ പോലും, അത് ദഫിന്റെ അകമ്പടിയിലുള്ള സംഗീതമാണെങ്കിൽ പോലും. ഇന്ന് ദഫിന്റെ കോലങ്ങളൊക്കെ മാറി പറഞ്ഞു. ദഫെന്ന് പഴയതുപോലെയല്ല. ദഫെന്ന് കളിക്കണമെങ്കിൽ അവർക്ക് നൃത്ത ചുവടുകൾ വേണം. ആ ചുവടുകൾ വേണമെങ്കിൽ മ്യൂസിക്കുള്ള പാട്ടുകൾ തന്നെ വേണം. നിഷിദ്ധമാണ്, ഹറാം തന്നെയാണ്. ഒരിക്കലും ഒരു സംഘടന നടത്തിയതിന്റെ പേരിലോ ഒരു പ്രസ്ഥാനം നടത്തിയതിന്റെ പേരിലോ അവരങ്ങനെ കളിച്ചതിന്റെ പേരിൽ ഒരിക്കലും ഹറാമല്ലാതിരിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്നും തനതായ ആ ഒരു ശൈലി, പണ്ട് കാലത്ത് നമ്മൾ സ്വീകരിച്ചിരുന്ന ആ ശൈലി, അതൊക്കെ മാറി ഇന്ന് ചെറുപ്പക്കാരുടെ കരങ്ങളിലേക്ക് സമുദായം ഏൽപ്പിച്ചു കൊടുത്തപ്പോ പ്രവാചകർ അവഹേളിക്കുന്ന തരത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പറയുമ്പോൾ ചിലപ്പോ ഇത് ആഘോഷിച്ച ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ തിരിക്കൂല. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയോ? ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഈ നാടിന്റെ ഇമാമാണ്. മഹല്ലിനെ നന്നാക്കേണ്ട കടമ, ബോധ്യപ്പെടുത്തേണ്ട കടമ, നന്നാകട്ടെ നന്നാകാതിരിക്കട്ടെ, പക്ഷെ ബോധ്യപ്പെടുത്തേണ്ട കടമ, ഹറാമിനെ ഹറാമായിട്ട് പറയേണ്ട കടമ അത് എന്റേതാണ്, അതെന്റേതാണ്. കാരണം നിങ്ങൾ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഒത്തുപോകാൻ വേണ്ടി മാത്രമല്ല, ഇമാമത്ത് നിർത്താൻ വേണ്ടി മാത്രമല്ല, വാഴ പറയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ വാഴ പറഞ്ഞ് സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഹറാമിനെ ഹറാമായിട്ട് പറയാൻ കൂടി വേണ്ടി മാത്രമാണ്, ഹലാലിനെ ഹലാലാക്കാൻ കൂടി വേണ്ടി മാത്രമാണ് നിങ്ങൾ എനിക്ക് ഈ മഹല്ലിന് ശമ്പളം തരുന്നത്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ മതിയാകൂ, ഇങ്ങനെ എല്ലാ നബിദിനം ആഘോഷിക്കേണ്ടത്. നമ്മുടെ മഹല്ലിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഈ നബിദിനത്തിന്റെ തലേരാത്രിയിൽ ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ ഇല്ലായിരുന്നു. സഹോദരങ്ങളെ, നബിദിനത്തിന്റെ തലേ ദിവസം ഈ നാട്ടിന്റെ ഈ മഹല്ലിന്റെ ഈ പ്രദേശത്തു കൂടി അങ്ങനെ ഒരു ആഭാസത്തോട് കൂടിയിട്ടുള്ള പിന്നെ കൊട്ടിഘോഷങ്ങൾ, മേളങ്ങൾ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് നമ്മുടെ നാട്ടുകാരുടെ മഹല്ലുകാരുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതാണ് പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അവർ നടത്തിക്കോട്ടെ, ഒരുപക്ഷെ നമ്മൾ എതിർത്തതിന്റെ പേരിൽ അവർ നിർത്തിക്കൊള്ളണമെന്നില്ല, അവരത് മാറ്റണമെന്നില്ല. പക്ഷേ നമുക്കൊരു ബാധ്യതയുണ്ട്. ഒരു തരത്തിലും ഒരു നോട്ടം കൊണ്ടുപോലും പിന്തുണ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു നമുക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർജവമാണ് നമുക്ക് വേണ്ടത്. ഇസ്ലാമിന്റെ ആർജവം, ഇസ്ലാമിന്റെ ആദർശം അതാണ്, പ്രവാചകരുടെ ആദർശം അതാണ്. മറ്റുള്ളവർക്കും കൂടി പരിഗണന കൊടുക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികൾ നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് ഒറ്റയിട്ടെന്ന് സംസാരിച്ചപ്പോ സ്വഹാബാക്കൾക്ക് താക്കീതായി വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം ഉയർന്നു. ലാ തർഫഉ അസ്വാതകും, ശബ്ദം ഉയർത്തരുത് കേട്ടോ. സ്വഹാബത്തുൽ കിറാമിനോടാണ്, വിശ്വാസികളോടാണ്. അങ്ങനെ ഉയർത്തിയാൽ നബിതങ്ങളുടെ ശബ്ദത്തിനേക്കാൾ കൂടുതൽ ശബ്ദം വന്നാൽ നിങ്ങളുടെ നിസ്കാരമൊക്കെ ബാത്തിലായി പോകും, നിങ്ങളുടെ ഹജ്ജും ഉംറയും എല്ലാം ബാത്തിലായി പോകും, നിങ്ങളുടെ സ്വതക്കുകളൊക്കെ ബാത്തിലായി പോകും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും ബാത്തിലായി പോകും. അത്രത്തോളം ഗൗരവമാണ് പ്രവാചകന്റെ ഇരിപ്പിടം, പ്രവാചകന്റെ ശബ്ദം, പ്രവാചകന്റെ ശരീരം, പ്രവാചകന്റെ നോട്ടം. ഒരിക്കലും ഒരു നോട്ടം കൊണ്ടുപോലും പ്രവാചകരെ വേദനിപ്പിക്കരുത്. വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആദരവ് കാണിച്ചേ മതിയാവൂ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 104ാമത്തെ ഖലീഫയായിരുന്ന ഉസ്മാനിയ ഭരണാധികാരിയായിരുന്ന ഭരണകാലഘട്ടത്തിലെ 32ാമത് ഭരണാധികാരിയായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഒന്നാമ പ്രവാചക പ്രേമിയായിരുന്നു. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഉസ്മാനിയ ഭരണകാലഘട്ടത്തിലെ 32ാമത് ഖലീഫ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഒന്നാമൻ. മഹാനവറുകൾ രോഗശയ്യയിൽ കിടക്കുമ്പോ മരണാസന്നനായി കിടക്കുകയാണ്, അവശതയിലാണ്, ബലഹീനനാണ്. അദ്ദേഹത്തിനെ ഒന്ന് പിടിച്ചിരുത്താൻ പോലും കഴിയില്ല. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് തന്നെ കിടത്തിയിട്ടാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഇനി അഥവാ ഇരിക്കണമെങ്കിലോ നിൽക്കണമെങ്കിലോ 2 പേരോ 3 പേരോ
അദ്ദേഹത്തിനെ താങ്ങിയെടുത്ത് നിർത്തണം, ഇരുത്തണം. അത്രത്തോളം അവശതയിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഒന്നാമന് മദീനയിൽ നിന്നൊരു കത്ത് വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തല്ല കേട്ടോ, മദീനയിൽ നിന്നൊരു കത്ത് വരികയാണ്. മദീനയിൽ നിന്നാണ് ഒരു കത്ത് വന്നത്. അബ്ദുൽ അസീസ് ഒന്നാമന് മദീനയിൽ നിന്നാണ് ആ കത്ത് വന്നത് എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ അസീസ് ഒന്നാമൻ പറഞ്ഞു, പരിചാരകരോട് പറഞ്ഞു, ആ കത്ത് വായിക്കാൻ വരട്ടെ. പരിചാരകർ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ അമീറുൽ മുഅ്മിനീൻ, ഈ കത്തൊന്ന് വായിക്കട്ടെ, ഇത് മദീനയിൽ നിന്നാണ്. ഏത് മദീന? അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൂടും ചൂലുമേറ്റ് കിടക്കുന്ന മദീനയുടെ മണ്ണിൽ നിന്നൊരു കത്ത് വന്നു എന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഒന്നാമൻ പറഞ്ഞു, കത്ത് വായിക്കാൻ വരട്ടെ, അത് മദീനയിൽ നിന്നല്ലേ, അത് മദീനയിൽ നിന്നല്ലേ, കത്ത് വായിക്കാൻ വരട്ടെ. എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തുമോ? എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തുമോ? പരിചാരകരെല്ലാം കൂടി 2 3 4 പേര് ചേർന്നിട്ട് അദ്ദേഹത്തിനെ പിടിച്ചിരുത്തിയപ്പോ ആ പരിചാരകരോട് പറഞ്ഞു, ഇരുത്തിയാൽ പോലെ എന്നെ നിർത്തുക തന്നെ വേണം, എന്നെ നിർത്തിയേ മതിയാവുകയുള്ളൂ. പലരും പറഞ്ഞില്ല, അമീറുൽ മുഅ്മിനീൻ അവസരയിലാണ്, മരണാസന്നനായി കിടക്കുകയാണ്, അങ്ങേ കൊണ്ട് പറ്റൂല, ഞങ്ങളെ കൊണ്ട് താങ്ങൂല. അബ്ദുൽ അസീസ് പറഞ്ഞില്ല, എന്നെ നിർത്തിയേ മതിയാവൂ, എന്നിട്ടേ ഈ കത്ത് വായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ, ബന്ധപൂർവം പറഞ്ഞപ്പോ പരിചാരകരെല്ലാം അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. പിടിച്ചു നിർത്തിയിട്ട് വളരെ ആദരവോടുകൂടി ഭവ്യതയോടുകൂടി അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല. എങ്കിലും പലരുടെയും സപ്പോർട്ട് കൊണ്ട് നിൽക്കുമ്പോ പരാശ്രയത്തോടുകൂടി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി കത്ത് വായിച്ചോളൂ, ഇനി കത്ത് വായിച്ചോളൂ. അത്രയ്ക്കും അതവാണ്. ഒരു കത്ത് വായിക്കാൻ പോലും എഴുന്നേറ്റ് നിന്നായിരുന്നു ആ കത്ത് കേട്ടത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരോഗ്യവാനായിരിക്കുമ്പോൾ മദീനയിൽ നിന്നൊരു കത്ത് വന്നാൽ ഖുർആനിന് കൊടുക്കുന്ന അതേ മഹത്വം അദ്ദേഹം കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉദു എടുത്തിട്ട് ആ കത്തിൽ തൊടുമായിരുന്നുള്ളൂ. കാരണം ഇത് പ്രവാചകർ അന്തിയുറങ്ങുന്ന മണ്ണിൽ നിന്ന് വന്നതാണ്. പ്രവാചകന്റെ കത്തെന്നല്ല, പ്രവാചകൻ അന്തിയുറങ്ങുന്ന ആ നാട്ടിൽ നിന്ന് വന്ന കത്ത് ഉദു എടുത്തിട്ട് മാത്രമായിരുന്നു അദ്ദേഹം തൊടാറുണ്ടായിരുന്നുള്ളത്. മരണാസന്നനായി കിടക്കുന്ന അവസ്ഥയിൽ പോലും എഴുന്നേറ്റിരുന്നുകൊണ്ട് മാത്രം, അതോടുകൂടി മാത്രം ആ കത്ത് കേട്ടിരുന്ന ബഹുമാനപ്പെട്ടവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതേപോലെ അദബ് കാണിക്കേണ്ടവരാണ് നമ്മൾ. പ്രവാചകന്റെ പേരിൽ ഇതേപോലെ അദബുകൾ കാണിക്കേണ്ട സമൂഹമാണ്, സമുദായമാണ്. ഇന്ന് നബിദിനാഘോഷത്തിന്റെ പേരിൽ ഈ ആവാസത്തരങ്ങളൊക്കെ കാട്ടിക്കൊണ്ടുന്നത് ഹറാമാണ്. ഒരിക്കലും നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രവാചകൻ അവഹേളിക്കലും പരിഹസിക്കലും പ്രവാചകൻ നിഷിദ്ധമാക്കിയതിനെ നമ്മൾ ഹലാലാക്കുമ്പോ, നബിതങ്ങൾ ഹറാമാക്കിയതിനെ ഒരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതെങ്ങനെ ഹലാലാക്കാൻ പറ്റും? നിബിധങ്ങൾ ഹലാലാക്കിയതിനെ എങ്ങനെ ഹറാമാക്കാൻ പറ്റും? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിലെ വിഷയങ്ങൾ വരുമ്പോ, നമ്മുടെ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ കൃത്യമായിട്ട് ദീനിൽ എന്തെങ്കിലും ഇതിൽ അടിസ്ഥാനമുണ്ടോ, ഹറാമാണോ ഹലാലാണോ, ചെയ്യാൻ പറ്റോ പറ്റില്ലേ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ ആ പ്രവാചക സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി